നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏതാനും ETF-കളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ETF ആണ് PSU ബാങ്ക് ബീസ്. ഓക്കെ, അപ്പം അതിൻ്റെ വീക്കിലി ക്യാൻഡിൽസ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്ക് 2023 തൊട്ട് 2024 വരെ ഏകദേശം 1.5 വർഷത്തെ ഒരു ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ടും വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിൽ മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്ത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനോട് ചേർന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊപ്പം തന്നെ ഇവിടെ ഒരു സപ്പോർട്ടും വരുന്നുണ്ട്. ഇവിടെ ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ, അവിടെയും ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു രണ്ടും ചേരുന്ന ഈ ഒരു ജോയിൻറ്റിൽ ഒരു പക്ഷേ ഡിമാൻഡ് ഇനിയും വന്നേക്കാം, മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ആ ഒരു റീജിയനിൽ നമുക്ക് ഒരു പക്ഷേ ഇത് കുറച്ച് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കുറച്ച് എമൗണ്ട് ഇട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അത് താഴോട്ടാണ് പോരുന്നെങ്കിൽ എന്താണ്, ETF ആണ്, മ്യൂച്വൽ ഫണ്ടിൻ്റെ കോപ്പിയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് SIP പോലെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്ത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇത് ഷോർട്ട് ടൈമിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് 90 എന്ന ടാർഗറ്റ്, ഏകദേശം ഒരു 15-16 രൂപയുടെ ടാർഗറ്റാണ്. അപ്പോൾ അത് ഏകദേശം നമുക്ക് നല്ല ഒരു 15-20% റിട്ടേൺ നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണ് ഷോർട്ട് ടൈമിൽ. ഓക്കെ, പിന്നെ നമ്മുടെ രണ്ടാമത്തതാണ് ഗോൾഡ് ബീസ്. അപ്പോൾ ഗോൾഡ് ബീസ് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും നമുക്ക് ഒരു വാല്യുവേഷൻ, കുറച്ചും കൂടെ വാല്യുവേഷൻ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റീജിയൺ ഒരു പക്ഷേ ഇങ്ങനെ വന്ന് ഈ ഒരു റീജിയനിലൊക്കെ വന്ന് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് ചിലപ്പോൾ ഈ ഒരു റീജിയനിലൊക്കെ ആയിരിക്കും ട്രെൻഡ് ലൈനിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുന്നത് കൊണ്ട് എന്നാണ് അത് ടൈം എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഈ ഒരു കൺസോൾട്ടേഷൻ നീണ്ടു പോയേക്കാം, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു റീജിയനിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു, അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇത് മുകളിലേക്ക് പോയത്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ അത് വീണ്ടും സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ആണുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയൻ നമ്മുടെ ഒരു ബൈയിങ് സോണാണ്. അപ്പോൾ ഇപ്പോൾ 59-40 എന്ന പറഞ്ഞ പ്രൈസിലാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 56-57 റീജിയനിലേക്കൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും നല്ല ബൈയിങ് പ്രൈസാണ്. ഓക്കെ, അപ്പോൾ അതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് ടൈമിൽ 64 എന്ന് പറഞ്ഞ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ 64 എന്ന ഹൈ ആണെങ്കിലും നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 57 റീജിയനിലൊക്കെയാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്ക് 4-3-7 രൂപയുടെ ഒരു പ്രോഫിറ്റ് കിട്ടും. അത് ഏകദേശം 10% സംതിങ് പ്രോഫിറ്റ്, 12% അടുത്ത് പ്രോഫിറ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഗോൾഡിലാണെങ്കിലും താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്ത് മുമ്പോട്ട് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ബൾക്കായിട്ട് ക്വാണ്ടിറ്റി ഇട്ട് ചെറിയ പ്രൈസിൽ ആവറേജ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, വളരെ സാവധാനം എടുത്ത് ടൈം എടുത്തിട്ടാണ് ആവറേജ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ആവറേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ETF-കൾ കണ്ടെത്തുന്നതെന്ന് അറിയത്തില്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി കോഴ്സുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും, അവിടെ വന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആ കോഴ്സുകൾ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് സിൽവർ ബീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റീജിയനിൽ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു, അത് വീണ്ടും ബ്രേക്ക് ചെയ്ത് വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു റീജിയനിലേക്ക് വരുമ്പം അത് നല്ലൊരു റീജിയനാണത്, നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെ വീണ്ടും ഡിമാൻഡ് കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ സാധ്യതകൾ നോക്കിയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വിന്നിങ് പോസിബിലിറ്റി കൂടുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയനിൽ 79 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം സിൽവർ ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, സിൽവർ എന്ന കമ്മോഡിറ്റി അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 76, 77, 78 റീജിയനൊക്കെ ഒരു നല്ലൊരു വാല്യുവേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് 90 വരെ പോയതാണ്. ഓക്കെ, അപ്പോൾ അത് 90-ൽ നിന്ന് താഴോട്ട് വന്നതാണ്. അപ്പം 90 തന്നെ വീണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 14 രൂപ സംതിങ് അവിടെയും ടാർഗറ്റ് കിട്ടുന്നുണ്ട്. അതും നമുക്ക് നല്ലൊരു ടാർഗറ്റാണ്. ഏകദേശം എത്രയാണ് 15, 16, 18% ഒക്കെ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് പുറത്തോട്ട് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയ്ക്ക് അത് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രീമിയം സ്ട്രാറ്റജീസ്, ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജീസ് സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റിൽ ഫ്രീ ആയിട്ട് യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ലഭിക്കും. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിം ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സിം ട്രേഡിങ്ങിൻ്റെ പ്ലേലിസ്റ്റും ചെയ്തിട്ടുണ്ട്. അതും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അതും കണ്ടുപഠിക്കാൻ സാധിക്കും. അതും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. അപ്പം മറ്റേതെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കൂടുതലായിട്ടുള്ള അത് മാക്സിമം ഞാൻ ആ കമൻറ്റുകൾക്ക് റിപ്ലൈ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാനും സാധിക്കുന്നതായിരിക്കും. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ETF-കൾ എൻട്രി എടുക്കുന്നതിനും എല്ലാത്തിനും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അപ്സ്റ്റോക്സ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.